ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഇന്ന് ആരും അറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതായത് അന്ന് ഈ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് വരിക്കാൻ വേണ്ടിയിട്ട് RSSൻ്റെ നിർദ്ദേശപ്രകാരം പോയ ആൾക്കാരിൽ 95% പേരും പാവങ്ങളാണ്. കൂലി വേലക്കാർ, കൃഷിക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ ഉണ്ടായത് കേരളത്തിലാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ അടിയന്തരാവസ്ഥയിലെ സമരം നടന്നു, പക്ഷേ മർദ്ദനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ക്രൂരമായ മർദ്ദനങ്ങൾ കർണാടകയുടെ പോലീസ് അത് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. ഈ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം കളക്ടർ ലക്ഷ്യമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ ആ തലത്തിൽ ക്രൂരമായ മർദ്ദനങ്ങളായിരുന്നു ഓരോ ലോക്കപ്പുകളിലും നടന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ അന്ന് അതൊരു 18 വയസ്സിന് മുകളിലോട്ട് 10, 25